എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു മഹാരാഷ്ട്രീയൻ സ്റ്റൈൽ പിടിച്ചാലോ? മഹാരാഷ്ട്രീയൻ സ്റ്റൈൽ ഭല്ലി ഭിണ്ടിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. വെണ്ടയ്ക്ക് നമുക്കൊന്ന് പ്രോസസ് ചെയ്യണം. ഇതിന്റെ ഹെഡും ടൈലും ഒക്കെ വെട്ടിയിട്ട് അതിന് നടുക്കൂടെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് ഫില്ലിംഗ് ഒക്കെ ചെയ്യണം. അപ്പം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം ഞാൻ കുത്തിയിട്ടേക്കണം. അപ്പം ഞാൻ ഈ വെണ്ടയ്ക്ക ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം അതൊരു ഫോൺ ചാർജ് വരട്ടെ. അപ്പോൾ വെണ്ടയ്ക്കകളെ ഇതുപോലെ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളൊരു ഫില്ലിങ് സെറ്റാക്കാം. തേങ്ങയും കപ്പലണ്ടിയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അതിന് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം, ക്രഷ് ചെയ്യാന്നാണ് പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണ്. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ജീരകപ്പൊടി, അങ്ങനെ ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ടൊന്ന് മൂപ്പിക്കുക. പൊടികളെല്ലാം ഇട്ട് മൂപ്പിച്ച ശേഷം ഞാനൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇതൊന്ന് സെറ്റായി എടുക്കാനായിട്ട് കേട്ടോ. നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു പരുവാവാനായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇതിനകത്ത് ഉള്ളി, പിന്നെ മഞ്ഞപ്പൊടി, നാരങ്ങയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഉള്ളി ഇട്ടു, നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു. ഇനി മല്ലിയിലയും കൂടെ ഒന്ന് ഫൈനലി നല്ല ഫൈൻ ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ബിണ്ടിയിൽ ഫില്ല് ചെയ്തിട്ട് വളരെ ചെറുതായിട്ട് എണ്ണ ഒഴിച്ചാണ് നമ്മളൊന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. ഈ ഫില്ലിങ് ഈ വെണ്ടയ്ക്കകളിലോട്ട് ഇനി ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ചടങ്ങാണ് അടുത്തത്. അപ്പൊ ഇനിയും നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഫില്ല് ചെയ്ത നമ്മുടെ ഐറ്റംസിനെല്ലാം വളരെ ചെറിയ എണ്ണയിൽ വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് വറുത്തെടുക്കാം. ഇതാണ് നമ്മൾ കുക്ക് ചെയ്ത ഐറ്റം. ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം പറയൂ. നന്ദി, നമസ്കാരം.